അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായ ധർമ്മദ ചടങ്ങ് നടന്നു. ആചാരമായി കൊടിയുയർത്തൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തിയത്. RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഇനി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി നടന്ന ധ്വജാരോഹണ ചടങ്ങെല്ലാം അയോധ്യയിൽ പൂർത്തിയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊടിയുയർത്തൽ ചടങ്ങടക്കം നിർവഹിച്ചത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ധ്വജാരോഹണ ചടങ്ങ് അയോധ്യയിൽ നടന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. RSS മേധാവി മോഹൻ ഭഗവത്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ ആനന്ദിബെൻ, അതോടൊപ്പം തന്നെ RSS നേതാവ്, പ്രധാനപ്പെട്ട RSSന്റെ അധ്യക്ഷൻ മോഹൻ ഭഗവത് എന്നിവർ ചടങ്ങിൽ മോദിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുറിവുകളും വേദനകളും അവസാനിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം. 500 വർഷം പഴക്കമുള്ള ഒരു ദൃഢനിശ്ചയം അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു നിമിഷമാണ് ഇതെന്നാണ് മോദി പറഞ്ഞൊരു കാര്യം. കൂടാതെ 500 വർഷമായി കത്തിജ്വലിച്ചിരുന്ന ഒരു പുണ്യയജ്ഞത്തിന്റെ പരിസമാപ്തി ആയിരിക്കുന്നുവെന്നും മോദി പറഞ്ഞിരിക്കുന്നു. ഭക്തരെ അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ അടക്കമുള്ള ആളുകളെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാവിലെ 11:50 ശേഷമായിരുന്നു ചടങ്ങ് നടന്നത്. പതാക ഉയർത്തലിന് മുന്നോടിയായി സരയൂ തീരത്ത് കലശപൂജ നടന്നിരുന്നു. കൂടാതെ ക്ഷണിക്കപ്പെട്ട 8000-ഓളം പേർക്കായിരുന്നു ഈ ചടങ്ങിൽ പ്രവേശനമുണ്ടായിരുന്നത്. മറ്റന്നാൾ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി അവസരമൊരുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. എന്തായാലും കനത്ത സുരക്ഷയെല്ലാം തന്നെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഡൽഹി സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ അയോധ്യയാകെ വലിയ സുരക്ഷയെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി ഒരു റോഡ് ഷോ ആയാണ് അയോധ്യയിലേക്ക് എത്തിയത്. കൂടുതൽ വലിയ ജനത്തിരക്ക് മോദിയെ കാണാനായി വഴിയിലെങ്ങും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ചടങ്ങുകളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി പങ്കെടുത്തു. തുടർന്ന് 11:50 ശേഷമാണ് ഈ പതാക ഉയർത്തിയത്. എന്തായാലും ധ്വജാരോഹണ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. എന്തായാലും വലിയൊരു സാക്ഷാത്കാരം പൂർത്തിയായെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണം സാധ്യമായെന്നാണ് ഈ ചടങ്ങിലൂടെ പറയുന്നൊരു കാര്യം. എന്തായാലും 11:50 ശേഷമാണ് ഈ ചടങ്ങ് നടന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ കൂടാതെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. 8000-ഓളം പേർക്കായിരുന്നു ചടങ്ങിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. എന്തായാലും മറ്റന്നാൾ മുതൽ ഭക്തർക്ക് പ്രവേശനം നൽകും. ശരി, വ്യക്തമാണ്. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.